രണ്ട് കളക്ടറേറ്റുകളിൽ ബോംബ് ഭീഷണി. പത്തനംതിട്ട, കൊല്ലം കളക്ടറേറ്റുകളിലാണ് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. നടൻ വിജയുടെ ചെന്നൈയിലെ വസതിയിലും ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്ന ഇമെയിൽ സന്ദേശവുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഭീഷണി സന്ദേശം എത്തി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. CK അഭിലാൽ നമുക്കൊപ്പം. അഭിലാൽ, ഈ തമിഴ്നാട്ടിൽ വിജയുടെ വീട്ടിൽ ചെന്നൈയിലെ വസതിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നൊരു ഇമെയിലുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ പത്തനംതിട്ട, കൊല്ലം കളക്ടറേറ്റുകളിലും ബോംബ് ഭീഷണി ഉണ്ടാകും എന്ന തരത്തിലുള്ള സന്ദേശം വരുന്നത്. എങ്ങനെയാണ് ഈ സന്ദേശങ്ങൾ എത്തിയത്? ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പ്രാഥമികമായി ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എന്ന സംശയമുണ്ടോ പോലീസിന്? മറ്റു വിവരങ്ങൾ എന്താണ്? നിതീഷ്, പത്തനംതിട്ട കളക്ടറേറ്റിൽ 5 നിലയുള്ള കെട്ടിടത്തിൽ തന്നെ നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ പേരെയും പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടുകൂടി പോലീസ് എല്ലാ മുറികളും തുറന്ന് പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഇതുവരെയുള്ള പരിശോധനയിൽ നിന്നും എന്തെങ്കിലും കാര്യഗൗരവമുള്ള സംഭവങ്ങളുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചയോടടുത്ത് 11:50 ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് reinu_രമേശ്@outlook.com എന്ന ഇമെയിൽ ID നിന്നും സന്ദേശം വരുന്നത്. ഒറ്റ ലൈൻ സന്ദേശമാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റ്, അതോടൊപ്പം തന്നെ നടൻ വിജയുടെ ചെന്നൈയിലെ വീട് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് RDX ഉപയോഗിച്ചുള്ള സ്ഫോടനം ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ മെയിലിൻ്റെ ഉള്ളടക്കം. ഡെപ്യൂട്ടി കളക്ടർ നവാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഒഫീഷ്യലി നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? ഒഫീഷ്യലി കിട്ടുന്നത് നമുക്ക് മെയിൽ ID-ക്കുള്ള വിവരം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ മെയിൽ ID-യിൽ പറയുന്നത് ഇത് പ്ലാൻഡ് RDX ഇവിടെ കളക്ടർ ഓഫീസിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജില്ലാ കളക്ടർ പത്തനംതിട്ട, വയനാട് ജില്ലാ കളക്ടർ, പിന്നെ ഇങ്ങനത്തെ ഉള്ളവർക്കാണ് മെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 11:45 വന്നു. നമ്മളൊരു 10-20 മിനിറ്റ് ശേഷമാണ് നമ്മൾ ശ്രദ്ധ വന്നത്. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിച്ചു. അവിടെ നിന്നുള്ള അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പോൾ ഒഴിപ്പിച്ചിപ്പം ഈ ബിൽഡിംഗ് മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ അടുത്തായല്ലോ പരിശോധന തുടങ്ങിയിട്ടില്ല. ഇതുവരെ എന്തെങ്കിലും നമുക്ക് ഭയപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇതുവരെയ്ക്കും ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതിന് മുമ്പ് ഇതുപോലൊരു മെസ്സേജ് നമുക്ക് വന്നിരുന്നു. അന്നും ഇതേപോലെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പരിശോധിച്ചിരുന്നു. അന്ന് പക്ഷേ ആ സന്ദേശം തീർത്തും വ്യാജമായിരുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്രിസ്മസ് അവധി ദിവസം കഴിഞ്ഞ് എത്തിയ ആളുകളാണ്. ജോലിക്കിടയിലാണോ ഈ വിവരം അറിയുന്നത്? ജോലിക്കിടയിൽ മുകളിലെ പോലീസ് വന്ന് അറിയിച്ചു. എല്ലാവരും താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. 2:30 ഞങ്ങളെല്ലാവരും താഴെ വന്നു. ഓഫീസുകളിൽ നിന്ന് എല്ലാവരും താഴേക്ക് ഇറക്കിക്കൊണ്ട് വന്നു. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. 3 മണിയെന്ന് പറഞ്ഞേക്കുന്നു എന്ന് പറയുന്നു. 3 മണി എന്ന് പറയുമ്പോൾ പേടിയുണ്ടോ? 3 മണി ആകാൻ അതിസമയമില്ല. ഓഹോ, പേടിയില്ല. അതിന് വരുന്നത് കാണാം എന്ന് വിചാരിച്ചിരിക്കുക. പേടി ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അതേസമയം പേടിയുണ്ടോ? 3 മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പണി മുടങ്ങി അല്ലേ? അതെ, പണി മുടങ്ങി. പ്രതീക്ഷയോടെ അവധി ദിവസമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതെ, ഇന്ന് അവധി ദിവസം കഴിഞ്ഞ് വന്നതാണ്. ശരി, അത്ര സാധാരണ നിലയിൽ ഇങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഒന്നും കണ്ടെത്താറില്ല. അവിടെ എന്താണ് എന്ന കാര്യത്തിലും പരിശോധന നടക്കുന്നുണ്ട്. പത്തനംതിട്ട, കൊല്ലം കളക്ടറേറ്റുകളിലാണ് ഇപ്പോൾ ഭീഷണി. പത്തനംതിട്ടയിൽ നിന്നാണ് ഇപ്പോൾ CK അഭിലാൽ കളക്ടറേറ്റിൽ നിന്നാണ് വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നൽകിയത്.